അതായത് ഈ ശിലയ്ക്ക് മറ്റൊരു കഥയും നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉരുളിയുമായി ഈ ആറ് നീന്തി കയറിയ യുവാവ് ഇവിടെ വന്ന് ശിലയായി മാറിയെന്നാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരുമാടി എന്ന സ്ഥലത്താണ്. കരുമാടി എന്ന സ്ഥലത്തെ കരിമ എന്ന ഒരു ബുദ്ധ പ്രതിമയുടെ സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ബുദ്ധ പ്രതിമയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലം ബുദ്ധ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പ്രാചീന കേരളത്തിൽ ബുദ്ധമത സ്വാധീനം വളരെ കൂടുതലായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളെ കാണുന്ന ഈ ബുദ്ധ പ്രതിമ. അതിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കാണാനായി ഒരുപാട് വിദേശ. പിന്നെ ഇതിൻ്റെ മറ്റു ഒരു പ്രത്യേകതയുണ്ട്. ഇത് പകുതി ഭാഗമേ ഉള്ളൂ. അതിൻ്റെ ഒരു കഥ വലുതാണ്, അത് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. സർക്കാരിന്റെ ഒരു ബോർഡ് ഇവിടെ കാണാം. അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയാൽ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ധാരാളം ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. നടത്തുന്ന ജലമേള കേരളത്തിലെ തന്നെ ജലമാമാങ്കത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തന്നെ അങ്ങനെ വേണം തന്നെ പറയാൻ. കാര്യം ഒരു ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മത്സരിക്കുന്ന വലിയ വള്ളംകളി മത്സരമാണ് ഈ കരുമാടി ആറ്റിൽ, ഈ കരുമാടി കുട്ടൻസിന്റെ പേരിലാണ് അത് നടത്തപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം ഇവിടെ പുതിയതായിട്ട് ചെയ്തതാണ്. ഇവിടെ ആളുകൾക്ക്, കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകൾക്ക്, സഞ്ചാരികൾക്ക്, വിദേശികളായിട്ടുള്ളവർ, നാട്ടുകാർക്കൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കാര്യം അപ്പം അതിനു വേണ്ടിയാണ് ഒരു 10-50 പേർക്കോളം ഇതിനകത്തിരിക്കാം. കസേര, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ പകുതി ഭാഗം, ഈ പ്രതിമയുടെ ഒരു പകുതി ഭാഗമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ ആന വിരണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന വിരണ്ട് ഓടി വന്നിട്ട് ഇതിന്റെ പകുതി ഭാഗം ഇടിച്ച് നഷ്ടപ്പെടുത്തിയതാണ് ഇതിന്റെ പകുതി ഭാഗം. കൂടാതെ ബുദ്ധമതത്തിന്റെ ആത്മീയ ആചാര്യനായ ദലൈലാമ ഒരിക്കൽ ഈ കരുമാടി സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ബുദ്ധ പ്രതിമയുടെ ഈ കാണുന്ന ഈ ഗോപുരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് മറ്റൊരു ബുദ്ധ പ്രതിമ കാണണമെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ തന്നെ മാവേലിക്കരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് കിഴക്ക് വശത്തായി ഒരു പൂർണ്ണകായ പ്രതിമ, അതായത് ബുദ്ധന്റെ തന്നെ ഒരു പൂർണ്ണകായ പ്രതിമ നമുക്ക് മാവേലിക്കരയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ബുദ്ധ പ്രതിമയോട് ചേർന്ന് തന്നെ ഈ കാണുന്നതാണ് ഒരു കായലാണിത്. അപ്പോൾ കരുമാടിക്കുട്ടൻ്റെ പേരിൽ, കരുമാടിക്കുട്ടന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഇവിടെ എല്ലാ വർഷവും ജല മാമാങ്കം നടക്കാറുണ്ട്. ആ കായലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് എല്ലാ വർഷവും നടക്കുന്ന വള്ളംകളി ഇവിടെയാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ഈ ശിലയായി മാറിയതിന് മറ്റൊരു കഥകൾ കൂടിയുണ്ട്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉരുളിയുമായി ഈ ആറ് നീന്തി കടന്നപ്പോൾ ആ
ഭഗവാന്റെ ശക്തിയാൽ ആ ഉരുളി മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ മനുഷ്യൻ ശിലയായി മാറിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ഇവിടെ ഒരു അഭ്യൂഹം പണ്ട് നാൾ തൊട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പഴങ്കഥയും പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അതല്ല സത്യം. പണ്ട് ഇവിടുത്തെ വയലേലകളിൽ പണിയെടുക്കുന്ന കണ്ടത്തിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് വയലിൽ നിന്ന് കിട്ടിയതാണ് ഈ ശില എന്നും പഴമക്കാർ പറയുന്നു. അപ്പൊ ചരിത്രത്തിന്റെ താളുകളിലും നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ പഴയകാലത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ കേട്ട കുറെ ചരിത്രങ്ങൾ, കരിമാടി ബുദ്ധ പ്രതിമകളെ കുറിച്ചുള്ള നമ്മൾ കേട്ടതും പണ്ട് പഠിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബുദ്ധ പ്രതിമ ഇതുവരെ നമ്മുടെ പരിസര പ്രദേശങ്ങളുള്ളവർ മാത്രമല്ലല്ലോ, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കരിമാടിയിൽ വന്ന് ഒരല്പം നടന്നാൽ തൊട്ട ഈ കരിമാടിയിലെ ബുദ്ധ പ്രതിമയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും വന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കാണാത്തവർക്കും ഇതുവരെ വരാത്തവർക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ചെയ്യുന്നത്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിനീഷ് തോട്ടപ്പള്ളി. ഓക്കെ. സുലഭമതനു നിയതം